നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് വാർത്താമഴ. എല്ലാ പ്രേക്ഷകർക്കും വാർത്താമഴയിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തയിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും നീക്കം ചെയ്യണമെന്ന് RSS. സംഘടനാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസാബാളെയാണ് ഇക്കാര്യം ഉന്നയിച്ചത്. ഭരണഘടനയെ ഇല്ലാതാക്കാനാണ് RSS ശ്രമമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നതിങ്ങനെ: ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും എന്നാണ്. ഈ ആമുഖവാചകങ്ങളിലെ സോഷ്യലിസവും മതേതരത്വവും നീക്കണം എന്നാണ് RSS ആവശ്യം. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ തയ്യാറാക്കിയ ആമുഖത്തിൽ ഈ വാചകങ്ങൾ ഉണ്ടായിരുന്നില്ല. 1976 ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർത്തെന്നാണ് RSS ആരോപണം. അടിയന്തരാവസ്ഥയുടെ ആനുകൂല്യം മുതലെടുത്തായിരുന്നു നടപടിയെന്നും RSS സംഘടനാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളെ. दो शब्द जोड़े हैं, लोगों को मालूम है सेक्युलरिज्म और सोशलिज्म के, वो प्रस्तावना में नहीं थे पहले. उन दो शब्दों को जोड़ा है. प्रियम्बल शाश्वत रूप से है. क्या सोशलिज्म के विचार आइडियोलॉजी के नाते क्या शाश्वत है भारत के लिए? सेक्युलरिज्म का शब्द भारत संविधान में नहीं था, प्रस्तावना में जोड़ा है. तो इन दो शब्दों को प्रस्तावना में जोड़ा, तो क्या वो रहनी चाहिए? प्रस्तावना में ये विचार होना चाहिए. ഭരണഘടനാ ഭേദഗതിക്കുള്ള RSS നീക്കത്തെ എതിർത്ത് കോൺഗ്രസും ഇടതു പാർട്ടികളും രംഗത്തെത്തി. कि ये मनुवादी नहीं है, ये मनुस्मृति से प्रेरणा नहीं लेता है, ये मनुस्मृति पर आधारित नहीं है. अभी अभी RSS के एक वरिष्ठ नेता ने और कुछ बात छेड़ी है. मैं सिर्फ उनसे एक गुजारिश करूंगा, ये 7 पन्ने का सुप्रीम कोर्ट का निर्णय है. സോഷ്യലിസവും മതേതരത്വവും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി കഴിഞ്ഞ വർഷം തള്ളിയിരുന്നു. സോഷ്യലിസം എന്നത് ഇന്ത്യയിൽ ക്ഷേമരാഷ്ട്ര സങ്കല്പമായി കരുതിയാൽ മതി എന്നായിരുന്നു കോടതി വിധി. ന്യൂസ് ഡെസ്ക് 24. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ പാലക്കാട് മലമ്പുഴ ഡാമും വയനാട് ബാണാസുര സാഗർ ഡാമും തുറന്നു. മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകളും ബാണാസുര സാഗർ അണക്കെട്ടിന്റെ 1 ഷട്ടറുമാണ് തുറന്നത്. നദീതീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലമ്പുഴ അണക്കെട്ടിന്റെ ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. ഭാരതപ്പുഴയുടെ തീരത്തുള്ളവർക്ക് ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകി. ബാണാസുര സാഗർ ഡാമിന്റെ 1 സ്പിൽവേ ഷട്ടർ ഉയർത്തി. സെക്കൻഡിൽ 50 ക്യൂബിക് മീറ്റർ വരെ ജലമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. കരമാന്തോട്, പനമരംപുഴ, കബനിപ്പുഴ എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വയനാട്ടിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് പെരിക്കലൂർ കടവ്, മരക്കടവ് എന്നിവിടങ്ങളിലെ തോണിയാത്ര താൽക്കാലികമായി നിർത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 135 അടിയായി. നാളെ ഷട്ടറുകൾ തുറന്നേക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചു. തമിഴ്നാട് വാൽപ്പാറയിലെ ഷോളയാർ ഡാം തുറന്നതിനെ തുടർന്ന് അതിരപ്പള്ളി മേഖലയിലേക്ക് അധിക ജലം ഒഴുകിയെത്തുന്ന സാഹചര്യവുമുണ്ട്. സംസ്ഥാനത്ത് വിവിധ അണക്കെട്ടുകൾ തുറന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുഴയിൽ ഇറങ്ങിയാൽ കർശന നിയമ നടപടി നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. തൃശൂർ കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണ് 3 അതിഥി തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. പശ്ചിമബംഗാൾ സ്വദേശികളാണ് മരിച്ചത്. കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും കനത്ത മഴയുമാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ തൊഴിൽ മന്ത്രി റിപ്പോർട്ട് തേടി. കൊടകര പഞ്ചായത്തിന് സമീപത്തെ കാലപ്പഴക്കം ചെന്ന ഇരുനില കെട്ടിടമാണ് രാവിലെ 6 മണിയോടെ തകർന്നു വീണത്. സംഭവ സമയത്ത് കെട്ടിടത്തിൽ 17 അതിഥി തൊഴിലാളികൾ ഉണ്ടായിരുന്നു. കെട്ടിടം വീഴുന്ന ശബ്ദം കേട്ട് 14 പേർ പുറത്തേക്ക് ഇറങ്ങിയോടിയതിനാൽ ഇവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. എന്നാൽ പശ്ചിമബംഗാൾ മാൽഡ സ്വദേശികളായ റാബുൾ ഇസ്ലാം, അബ്ദുൽ ആലിഫ്, റാബുൾ മനാൻ എന്നിവർക്ക് ജീവൻ നഷ്ടമായി. मेरा भाई
और मेरा साला और मेरा भतीजा, तीन आदमी इधर, तीन आदमी इधर। तीन आदमी अब अंदर है। वेस्ट बंगाल मालदा। वेस्ट बंगाल। टोटल हम आदमी टोटल आदमी तीन आदमी। JCB എത്തിച്ച് ഏറെ ശ്രമകരമായി നടത്തിയ ദൗത്യത്തിനൊടുവിലാണ് 3 പേരെയും പുറത്തെത്തിക്കാനായത്. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും തകർന്ന കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് പരിശോധനകൾ നടത്തി നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഈ ബിൽഡിങ്ങിന്റെ കാര്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇവിടെ പറ്റിയെന്നുള്ളതും എന്തെങ്കിലും നടപടി ഇവിടെ അപാകത വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഇത് പ്രധാനമായിട്ടും മനസ്സിലാക്കിയത് ഒരു കോൺട്രാക്ടറിന്റെ കീഴിൽ ഒരു 17 പേര് വന്നതാണ്. പല പല കൺസ്ട്രക്ഷൻ വർക്കിനായിട്ട് അവരെയാണ് യൂസ് ചെയ്തുകൊണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ അന്വേഷണം നടത്തും. കൂടാതെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തും. നമ്മൾ ജോയിന്റ് ഡയറക്ടർ LSCDയോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപകടത്തിൽ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 24 തൃശൂർ. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ പലയിടത്തും വീടുകൾ തകർന്നു. കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിൽ കാണാതായ 2 പേരുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. ഇടുക്കി, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഇന്നും നാളെയും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഞായറാഴ്ച മുതൽ മഴയുടെ തീവ്രത കുറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിൽ കാണാതായ 2 പേരുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. കണ്ണൂർ കായലോട് സ്വദേശി ഫർഹാൻ റൌഫിന്റെയും തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ മത്സ്യത്തൊഴിലാളി ആന്റണിയുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. ശക്തമായ മഴയിൽ പാലക്കാട് വാണിയംകുളത്തും എറണാകുളം കോതമംഗലത്തും വീടുകൾ തകർന്നു. കോതമംഗലം വെറ്റിലപ്പാറയിൽ വീട് തകർന്ന് 2 പേർക്ക് പരിക്കുണ്ട്. വയനാട് നൂൽപ്പുഴ പുഴംകുനി ഉന്നതിയിലെ 4 കുടുംബങ്ങളിലെ 9 പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. കല്ലൂർ പുഴ കരകവിഞ്ഞ് വെള്ളം ഉന്നതിയിലേക്ക് എത്തിയതോടെയാണ് നടപടി. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ ശക്തമായ മഴയുണ്ട്. മാവൂർ, ചാത്തമംഗലം, പെരുവയൽ, പെരുമണ്ണ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാലിയാറിൽ ഉൾപ്പെടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ ലക്ഷ്യമിട്ട് നേതൃയോഗങ്ങളിലേക്ക് കടന്ന് രാഷ്ട്രീയ പാർട്ടികൾ. മുന്നണി വിപുലീകരണ മോഹങ്ങളും ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് തർക്കവുമായി KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. ക്രെഡിറ്റ് വിവാദത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ തുറന്നടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്തെത്തി. നിലമ്പൂരിലെ വിജയത്തിളക്കത്തിലും കോൺഗ്രസിൽ മങ്ങലാവുകയാണ് നേട്ടത്തിന്റെ ക്രെഡിറ്റ് ആർക്കെന്ന തർക്കം. പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനും അവകാശപ്പെട്ട നേട്ടമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. എന്ത് കൂട്ടായ നേതൃത്വമാണെന്ന് പറഞ്ഞാൽ പോലും ലീഡർഷിപ്പിൽ ഇരിക്കുന്നവർക്കല്ലേ അതിൻ്റെ പിതൃത്വം. അതുകൊണ്ട് അനാവശ്യമായൊരു വിവാദത്തിന് ആരും മുതിരാൻ പാടില്ല. മുതിർന്നാൽ 1968 കോൺഗ്രസിൽ വന്ന ആളാണ് ഞാൻ പലതും കണ്ടിട്ട് അനങ്ങാതിരിക്കുകയാണ്. ഇനി ഇത്തരം പ്രവണതകൾ കോൺഗ്രസിൽ വന്നാൽ ഞങ്ങളുമൊക്കെ അഭിപ്രായം പറയേണ്ടി വരും. പറയിപ്പിക്കാതിരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർക്കും രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിമർശനം. കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തണം. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. അല്ലാതെ റീല് കൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. നമ്മുടെ എല്ലാം കൂറും വിധേയത്വവും പ്രതിബദ്ധതയും കോൺഗ്രസിനോടായിരിക്കണം, അല്ലാതെ എന്നോടാകരുത്. എനിക്ക് എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു പ്രവണത വന്നു കഴിഞ്ഞാൽ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെ മാത്രമായി ചുരുങ്ങും. UDF-ലേക്കുള്ള ക്ഷണം CPI തള്ളിയിട്ടും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല മുന്നണി കൺവീനർ അടൂർ പ്രകാശ്. പരമാവധി ശ്രമം നടത്തും. അത് എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണമെന്നില്ല, എങ്കിലും ശ്രമം നടത്തി നോക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവലോകനത്തിന് പുറമെ KPCC പുനഃസംഘടനയും യോഗത്തിൽ ചർച്ചയാണ്. 24 തിരുവനന്തപുരം. 3 ദിവസമായി തുടരുന്ന CPIM നേതൃയോഗം ഇന്ന് അവസാനിക്കും. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അല്പസമയത്തിനകം മലപ്പുറത്ത് ചേരും. BJP സംസ്ഥാന നേതൃയോഗം തൃശൂരിൽ ചേരുകയാണ്. LDF-ൽ ഹാപ്പി എന്നായിരുന്നു കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുൻപ് ജോസ് കെ മാണിയുടെ പ്രതികരണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് ലഭിച്ചിരുന്ന വോട്ടുകളും ചോർന്നുപോയെന്ന തിരിച്ചറിവാണ് നേതൃയോഗങ്ങൾ സമാപിക്കുമ്പോൾ CPIM-നുള്ളത്. ഈ പഴുതുകളടച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാനുള്ള തീരുമാനവുമായിട്ടാണ് CPIM യോഗം സമാപിക്കുന്നത്. മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോഴുള്ളവർ മറികടം ചാടാതിരിക്കാനുള്ള പ്രതിരോധ നടപടികളും വേണമെന്ന് CPIM തിരിച്ചറിയുന്നു. ഈ ആശങ്കയാണ് കോട്ടയത്ത് നടക്കുന്ന കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടറി യോഗത്തെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. LDF-ൽ തൃപ്തരാണെന്ന ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം CPIM-ന് ആശ്വാസകരമാണ്. പൂർണ്ണ ഹാപ്പിയല്ല. ഇത് ഇപ്പോൾ ഈ എയറിൽ ഇങ്ങനെ സംസാരിക്കുന്നതല്ലാതെ അവർക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് അറിയാം.
അപ്പോൾ കൂടുതൽ നമുക്ക് അർഹതപ്പെട്ട സീറ്റുകൾ പല സ്ഥലത്തും ലഭിക്കാതെയും പോയിട്ടുണ്ട്, പല ജില്ലകളിലും പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും കൂടുതൽ ചർച്ച അതിനാവശ്യമാണ്. ഉപതെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിനും വരുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങുന്നതിനും വേണ്ടിയാണ് മലപ്പുറത്ത് മുസ്ലിം ലീഗ് നേതൃയോഗം ചേരുന്നത്. PBN ഫണ്ട് UDF പ്രവേശനവും ചർച്ചാ വിഷയമായേക്കും. BJP സംസ്ഥാന യോഗവും ഇന്ന് തൃശ്ശൂരിൽ ചേരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കൊപ്പം ഭാരതാംബ വിവാദവും BJPയിൽ ചർച്ചയായേക്കും. 24 തിരുവനന്തപുരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യും. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഉച്ചകഴിഞ്ഞ് 3:30 സത്യപ്രതിജ്ഞാ ചടങ്ങ്. തിരുവനന്തപുരത്തെത്തിയ ആര്യാടൻ ഷൗക്കത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ നേരിൽ കണ്ടിരുന്നു. നിലമ്പൂരിലെ വിജയത്തിൽ എല്ലാ UDF നേതാക്കൾക്കും ക്രെഡിറ്റ് ഉണ്ടെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ഇടതുപക്ഷ ഗവൺമെൻറ്റിന് കീഴിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം, കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂർ അനുഭവിക്കുന്ന അവഗണന, ഇതിനെതിരെയുള്ളൊരു വലിയ വിധിയെഴുത്ത് കൂടിയാണ്. അതിന് മുഴുവൻ ക്രെഡിറ്റും ജനങ്ങൾക്കാണ്. 2011 അൻവർ ഫാക്ടർ ഇല്ലാത്തൊരു കാലത്ത് 6000 വോട്ടിന് ജയിച്ചുവെങ്കിൽ, 6000-ഓളം വോട്ടിന് ജയിച്ചുവെങ്കിൽ ഇപ്പോൾ അതേ മണ്ഡലം 11,000 ചില്ലാനം വോട്ടിന് തിരിച്ചു പിടിച്ചെങ്കിൽ അവിടെ എന്തൊക്കെ ഫാക്ടർ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിവാദത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ കത്തുപോര്. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിലെ പ്രതിഷേധത്തിൽ വൈസ് ചാൻസലറോട് രാജ്ഭവൻ വിശദീകരണം തേടും. ഗവർണറുടെ ഭാരതാംബ നിലപാടിൽ വിട്ടുവീഴ്ച വേണ്ട എന്നാണ് സർക്കാർ നിലപാട്. ശ്രീ പത്മനാഭ സേവാ സമിതി സെനറ്റ് ഹാളിൽ നടത്തിയ പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം സ്ഥാപിച്ചത് കരാർ ലംഘനമെന്നായിരുന്നു സർവകലാശാല രജിസ്ട്രാറുടെ വാദം. മതപരമായ ചടങ്ങുകളുമായി മുന്നോട്ട് പോയതിനാൽ അനുമതി റദ്ദാക്കിയിരുന്നുവെന്നും ഹാൾ ഉപയോഗിച്ചത് അനധികൃതമായിട്ടെന്നും രജിസ്ട്രാർ നിലപാടെടുത്തു. മാത്രവുമല്ല, ഇത് ചൂണ്ടിക്കാട്ടി സർവകലാശാല രജിസ്ട്രാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതിയും നൽകി. പിന്നാലെയാണ് രജിസ്ട്രാറോട് വിശദീകരണം തേടാനുള്ള രാജ്ഭവന്റെ നീക്കം. ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി എന്തിന് തടസ്സപ്പെടുത്തിയെന്ന് കത്തയച്ച് വിശദീകരണം തേടും. സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം വേണ്ടെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഇന്നലെ ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. രാജ്ഭവനിൽ നടന്ന ചടങ്ങ് ബഹിഷ്കരിച്ച മന്ത്രി V ശിവൻകുട്ടിയുടെ നിലപാട് പ്രോട്ടോകോൾ ലംഘനവും ഭരണഘടനാ പദവിയോടുള്ള അനാദരവാണെന്നും ചൂണ്ടിക്കാട്ടി ഗവർണറും മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. KC വേണുഗോപാലും G സുധാകരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ VS അച്യുതാനന്ദനെ കാണാൻ ആശുപത്രിയിലെത്തി. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ എന്താണ് സൂചിപ്പിക്കുന്നത്? അനുജ, ഇന്നലെ രാത്രി VSന്റെ മകൻ അരുൺകുമാർ അറിയിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് വീണ്ടും ആരോഗ്യസ്ഥിതിയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നുണ്ട്. വിദഗ്ധരുടെ സംഘം അദ്ദേഹത്തെ പരിശോധിക്കുന്നുണ്ട്, ചികിത്സ നൽകുന്നുണ്ട്. നെഫ്രോളജി, കാർഡിയോളജി അടങ്ങുന്ന മറ്റു ശ്രേണികൾ കൂടി അടങ്ങുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ചികിത്സിക്കുന്നത്. ഇന്ന് രാവിലെ ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ചതിന് ശേഷമാണ് ഈ മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നത്. മറ്റു ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു. ഹൃദയമെടുപ്പും ശ്വാസോച്ഛ്വാസവും ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നതായാണ് ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ കൂടുതൽ നേതാക്കൾ അദ്ദേഹത്തെ അവിടെ സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും മകനോട് അവിടെ എത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട സുഖം പ്രാപിക്കട്ടെ എന്ന് നേതാക്കൾ ആശംസിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിലാണ് കേരളവും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ ഗുരുതരമായി തന്നെ തുടരുകയാണ്. നേതാക്കൾ ഇന്നും ആശുപത്രിയിൽ എത്തി ആരോഗ്യ വിവരങ്ങൾ തിരക്കുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേടിൽ സംസ്ഥാന വ്യാപക ഓഡിറ്റിന് നിർദ്ദേശം നൽകി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം. ക്രമക്കേട് നടത്തിയവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം. 15 ദിവസത്തിനകം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന തൊഴിലുറപ്പ് മിഷന് നിർദ്ദേശം നൽകി. തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേടുകളിൽ 24 വാർത്ത ശരിവെക്കുന്നതാണ് കേന്ദ്ര ഇടപെടൽ. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്നാണ് കേന്ദ്ര അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതോടെ സംസ്ഥാന വ്യാപക ഓഡിറ്റിന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം നിർദ്ദേശം നൽകി. സംസ്ഥാന തൊഴിലുറപ്പ് മിഷന് നൽകിയ ഉത്തരവിൽ കർശന നടപടിക്കാണ് നിർദ്ദേശം. ക്രമക്കേട് നടത്തിയവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും ശുപാർശയുണ്ട്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ബ്ലോക്കിൽ ഉൾപ്പെട്ട ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിലെ ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തിയാണ് ഉത്തരവ്. തൊഴിലുറപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി മെറ്റീരിയൽ വർക്കുകൾ, യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് കോൺട്രാക്ടർമാരെ ഉപയോഗിച്ച് ചെയ്യിക്കുകയും തൊഴിലാളികളുടെ പേരിൽ തുക മാറിയെടുത്ത് കോൺട്രാക്ടർമാർക്ക് കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്നത്. ഇത് സംബന്ധിച്ച് 24 റിപ്പോർട്ട് ചെയ്തിരുന്നു.
പദ്ധതിയിലെ ചട്ടപ്രകാരമുള്ള ഏക നിയമാനുസൃത പരാതി പരിഹാര സംവിധാനമായ ജില്ലാ ഓംബുഡ്സ്മാൻമാരുടെ ഉത്തരവുകളെ സംസ്ഥാന ജില്ലാ മിഷനുകൾ അവഗണിക്കുന്നതാണ് അഴിമതിക്ക് പ്രധാന കാരണം. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. ഉൾക്കടലിലെ ചരക്ക് കപ്പൽ അപകടങ്ങളെ തുടർന്ന് കടൽ മീനുകൾ കഴിക്കുന്നതിൽ ആശങ്ക വേണ്ടെന്ന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. സാമ്പിളുകൾ പരിശോധിച്ചതിൽ മീനുകൾ ഭക്ഷ്യയോഗ്യമെന്ന് കണ്ടെത്തി. മീനുകൾക്ക് രുചിമാറ്റമില്ലെന്ന് കണ്ടെത്തിയതായി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനൻ 24നോട് പറഞ്ഞു. കേരള തീരത്ത് അടുത്തിടെയുണ്ടായ കപ്പലപകടങ്ങൾക്ക് പിന്നാലെയാണ് കടൽ മീൻ ഭക്ഷ്യയോഗ്യമാണോ എന്നതിൽ ആളുകൾക്കിടയിൽ ആശങ്കയുണ്ടായത്. ഇതിനെ തുടർന്നാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി പഠനം നടത്തിയത്. പരിശോധനയിൽ മീൻ സാമ്പിളുകൾ ഭക്ഷ്യയോഗ്യമാണെന്ന് കണ്ടെത്തി. വിവിധ തീരങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് രുചിയും ഘടനയും മറ്റും പരിശോധിച്ചായിരുന്നു പഠനം. കടൽ വെള്ളത്തിന്റെ സാമ്പിളുകളിൽ pH മൂല്യത്തിലും മാറ്റമില്ലെന്ന് കണ്ടെത്തി. ഇപ്പോഴത്തെ നിലയിൽ മത്സ്യം കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അത് തികച്ചും സുരക്ഷിതമാണ്. അതിൽ അപകടകരമായ യാതൊരു വസ്തുക്കളുടെ അംശം നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഉദാഹരണത്തിന് എണ്ണയുടെ അവശിഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ രുചിയിൽ വ്യത്യാസം വരും, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. പിന്നെ മറ്റ് അപകടകരമായ വസ്തുക്കളുണ്ടെങ്കിൽ അറിയാം. പക്ഷേ ഇതൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കടൽ വെള്ളത്തിൻ്റെ സാമ്പിൾ എടുത്തു. ഇപ്പോൾ കടൽ വെള്ളത്തിൽ എണ്ണ ഉണ്ടെങ്കിൽ, അല്ലെ കടൽ വെള്ളത്തിൽ അപകടകരമായ കെമിക്കൽ കടന്നാൽ ഈ വെള്ളത്തിൻ്റെ അടിസ്ഥാന രാസഘടനയിൽ വ്യത്യാസം വരാം. കപ്പലപകടത്തെ തുടർന്ന് സമുദ്ര മത്സ്യഘടനയിലടക്കം മാറ്റം വരുന്നുണ്ടോ എന്നതിന് ദീർഘകാല പഠനം ആവശ്യമാണ്. സർക്കാർ നിർദ്ദേശമനുസരിച്ച് കുഫോസ്, CMFRI, സ്വിഫ്റ്റ് എന്നീ സ്ഥാപനങ്ങളുടെ സംയുക്ത പഠനമാണ് നടക്കുന്നത്. 3 സ്ഥാപനങ്ങളും പഠനത്തിനുള്ള പ്രോട്ടോകോൾ രൂപീകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. സൂര്യശ്രീ, 24, കൊച്ചി. വ്യാജ മോഷണ പരാതിയിൽ തിരുവനന്തപുരത്ത് ദളിത് സ്ത്രീക്ക് മാനസിക പീഡനം ഏൽക്കേണ്ടി വന്ന സംഭവത്തിൽ ഇടപെടലുമായി SC/ST കമ്മീഷൻ. നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിനെതിരെ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ കേസെടുക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടു. തിരുവനന്തപുരം അമ്പലമുക്കിൽ ഓമന ഡാനിയലിന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ബിന്ദുവിനാണ് കടുത്ത മാനസിക പീഡനം പോലീസിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത്. സ്വർണ്ണമാല നഷ്ടപ്പെട്ടെന്ന ഓമന ഡാനിയലിന്റെ പരാതിയിൽ പേരൂർക്കട പോലീസ് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഒരു ദിവസം മുഴുവൻ ബിന്ദുവിനെ സ്റ്റേഷനിൽ ഇരുത്തി. അടുത്ത ദിവസം ഉടമയുടെ വീട്ടിൽ നിന്ന് തന്നെ മാല കണ്ടെത്തുകയായിരുന്നു. എന്നിട്ടും ഭീഷണിപ്പെടുത്തിയാണ് ബിന്ദുവിനെ പോലീസ് പറഞ്ഞുവിട്ടത്. സംഭവം വിവാദമായതോടെ ബിന്ദുവിന്റെ പരാതിയിൽ SIയെയും ഡ്യൂട്ടിക്കുണ്ടായിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്തു. ഇതിനു പിന്നാലെയാണ് വീട്ടുടമ ഓമന ഡാനിയലിനെ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കാൻ SC/ST കമ്മീഷൻ ഉത്തരവിട്ടത്. പേരൂർക്കട SHO കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് ഉത്തരവ്. SC/ST കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പേരൂർക്കട പോലീസ് ഉടൻ തന്നെ ഓമന ഡാനിയലിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും. ബിന്ദുവിന്റെ പരാതിയിൽ നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിനെ തുടർന്ന് ജില്ലയ്ക്ക് പുറത്തുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ്. ശ്രീധർ, 24, തിരുവനന്തപുരം. 24 ലഹരി വിരുദ്ധ കേരള യാത്രയിൽ കണ്ടെത്തിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ടിൽ തുടർ നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. വിവരങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെയും വിദ്യാഭ്യാസ ഡയറക്ടറെയും ചുമതലപ്പെടുത്തിയെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. തുടർ നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 1 മാസം നീണ്ട യാത്രയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് നിർദ്ദേശങ്ങളായി മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ലഹരി ഹോട്ട്സ്പോട്ട് അടക്കമുള്ള വിവരങ്ങൾ ഗൗരവത്തിലെടുത്ത് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി നിർദ്ദേശം നൽകി. പൊതുവിദ്യാഭ്യാസം ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെയും വിദ്യാഭ്യാസ ഡയറക്ടറെയും അതിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവർത്തികമാക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SKN40 ലഹരിവിരുദ്ധ റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രി തന്നെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരുന്നു. SKN40 യാത്രയിൽ കണ്ടെത്തിയ മയക്കുമരുന്ന് ഹോട്ട്സ്പോട്ടുകളിൽ നിരീക്ഷണം ശക്തമാക്കും. 24ന്റെ ഇടപെടലിനെ മുഖ്യമന്ത്രിയും എക്സൈസ് വിദ്യാഭ്യാസ മന്ത്രിമാരും പ്രശംസിച്ചിരുന്നു. 24, തിരുവനന്തപുരം. തിരുവനന്തപുരം കിളിമാനൂരിൽ യുവതി നാടുവിട്ട സംഭവത്തിൽ ഓൺലൈൻ തട്ടിപ്പ് സ്ഥിരീകരിച്ചു പോലീസ്. കിളിമാനൂർ സ്വദേശിയായ പാർവതിക്കാണ് ഓൺലൈൻ തട്ടിപ്പിനിരയായി നാടുവിടേണ്ടി വന്നത്. പിന്നിൽ മലയാളികൾ ഉൾപ്പെട്ട ഉത്തരേന്ത്യൻ സംഘമെന്ന് പോലീസിന് വിവരം ലഭിച്ചു. യുവതിയെ കാണാതായ വിവരം 24 ആണ് റിപ്പോർട്ട് ചെയ്തത്. 24 വാർത്തയ്ക്ക് പിന്നാലെ ഇന്നലെ രാത്രി 10:30 തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പാർവതിയെ റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. പിന്നാലെ കിളിമാനൂർ പോലീസ് പാർവതിയിൽ നിന്നും മൊഴിയെടുത്തപ്പോഴാണ് ഓൺലൈൻ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തറിഞ്ഞത്. 1 മാസം മുൻപ് മലയാളം സംസാരിക്കുന്ന യുവതി പാർവതിയെ ഫോണിൽ ബന്ധപ്പെട്ടു. ഓൺലൈൻ ട്രേഡിംഗ് ജോലി നൽകാമെന്നും ബോസ് വിളിക്കുമെന്നും അറിയിച്ചു.
പ്രൊഡക്റ്റ് റിവ്യൂ സോഷ്യൽ മീഡിയ വഴി അയച്ചു നൽകിയാൽ പണം നൽകാമെന്ന് വാഗ്ദാനം നൽകി. ആദ്യം 1700 രൂപ പ്രതിഫലമായി നൽകി വലിയ തുക നിക്ഷേപിച്ചാൽ കൂടുതൽ പണം ലഭിക്കുമെന്ന് പറഞ്ഞു. സമ്മർദ്ദപ്പെടുത്തി ആദ്യം 10,000 രൂപ വാങ്ങിയെടുത്ത ശേഷം 17,000 രൂപയായി മടക്കി നൽകി. പിന്നീട് 44,000 രൂപ നിക്ഷേപിച്ച് പണം നഷ്ടമായി. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തിരിച്ചുപിടിക്കാമെന്ന് പറഞ്ഞ് കൂടുതൽ തുക വാങ്ങിച്ചെടുത്തു. ആഭരണം വിറ്റ് കൂടുതൽ തുക അയച്ചു നൽകി. എന്നാൽ തട്ടിപ്പ് മനസ്സിലായതോടെ നാടുപിടിക്കുകയായിരുന്നുവെന്നാണ് പാർവതിയുടെ മൊഴി. ഗുരുവായൂരിലേക്ക് പോയെന്നും പലതവണ ട്രെയിനിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചിരുന്നുവെന്നും പാർവതി മൊഴി നൽകിയിട്ടുണ്ട്. പിന്നിൽ മലയാളികൾ ഉൾപ്പെട്ട തട്ടിപ്പ് സംഘമെന്ന് പോലീസിന് വിവരം ലഭിച്ചു. രേഖകൾ വിശദമായി പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂളുകളിൽ സുംബ ഡാൻസ് ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ വിവാദ പരാമർശവുമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നേതാവ് TK അഷ്റഫ്. ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്നത് പഠിക്കാനല്ല കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. അധ്യാപകൻ എന്ന നിലയിൽ താൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും TK അഷ്റഫ് പറയുന്നു. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂളുകളിൽ നടപ്പാക്കുന്ന കായിക പരിശീലനങ്ങൾക്കൊപ്പം സൂംബ ഡാൻസും ഉൾപ്പെടുത്തിയതിനെതിരെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫ് രംഗത്തെത്തിയത്. സൂംബ ഡാൻസ് കളിക്കണമെന്ന നിർദ്ദേശം പാലിക്കാൻ തയ്യാറല്ലെന്നും ഒരു അധ്യാപകൻ എന്ന നിലയിൽ താൻ വിട്ടുനിൽക്കുകയാണെന്നും TK അഷ്റഫ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഇതിൽ ഏതു നടപടിയും നേരിടാൻ താൻ തയ്യാറാണ്. പൊതുവിദ്യാലയത്തിലേക്ക് കുട്ടിയെ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ്. ആൺപെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ലെന്നും വിചിത്രവാദം. ഈ പരിപാടിയോട് മാനസികമായി യോജിക്കാത്ത ധാരാളം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമുണ്ട്. ഇതിൽ നിന്ന് മാറി നിന്നാൽ എന്താണ് നടപടിയെന്ന് അറിയാൻ വേണ്ടിയാണ് പരസ്യമായി നിലപാട് പറയുന്നതെന്നുമാണ് വെല്ലുവിളി. 24 കോഴിക്കോട്. സർക്കാർ ഔദ്യോഗിക പരിപാടികളിൽ ഭരണഘടനാ ചിഹ്നങ്ങളാണ് വേണ്ടതെന്ന് മന്ത്രി P. രാജീവ്. ഭാരതാംബയെ പ്രതിഷ്ഠിക്കണമെങ്കിൽ ഗവർണർ ഭരണഘടന ഭേദഗതി ചെയ്യണം. ഗവർണർ സർക്കാർ ഉപദേശം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഞങ്ങൾ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടിയാണോ? ആ ഔദ്യോഗിക പരിപാടിയിൽ ഭരണഘടനാനുസൃതമായ ചിഹ്നങ്ങളെ പാടുള്ളൂ. ഇനി അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഭരണഘടന ഭേദഗതി ചെയ്യണം. ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് ആഡ് ചെയ്യണം. ഈ ഒരു സ്വകാര്യ പരിപാടി പോണു, അവിടെ 5 or 6 ഈ ചിത്രങ്ങൾ വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാത്തിനും മുമ്പിൽ വിളക്കൊളുത്താം, പൂർണ്ണമായിട്ട് അവകാശമുണ്ട്. പക്ഷെ ഔദ്യോഗികമായ ചടങ്ങുകൾ, ഭരണഘടനാപരമായ ചടങ്ങുകൾ, അതിനകത്ത് നമ്മൾ ഓരോരുത്തരും ഭരണഘടനാ ചുമതലയിലേക്ക് വരുമ്പോൾ അതിലേക്ക് വരിക, അതാണ് പ്രധാനം. ഗവർണർ അതിനനുസരിച്ച് ഏത് സ്വീകരിക്കും, അഡ്വൈസ് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സിറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സമവായത്തിലേക്ക്. ഞായറാഴ്ചകളിലും പ്രത്യേക ദിവസങ്ങളിലും പള്ളികളിൽ ഒരു ഏകീകൃത കുർബാന അർപ്പിക്കണം. അച്ചടക്ക നടപടി നേരിട്ട വൈദികരുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്നും സർക്കുലറിൽ സഭ വ്യക്തമാക്കി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ദീർഘനാളത്തെ ആവശ്യമാണ്. തർക്കം നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയർപ്പിക്കണം. മേജർ ആർച്ച് ബിഷപ്പും വികാരിയും എത്തുന്ന ദിവസങ്ങളിൽ ഏകീകൃത കുർബാനയാണ് നടത്തേണ്ടത്. അച്ചടക്ക നടപടി നേരിട്ട വൈദികരുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കും. ഈ രീതി 2025 ജൂലൈ 3 ദുക്രാന മുതൽ ആരംഭിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. പല ഘട്ടങ്ങളിലായി നടന്ന ചർച്ചകൾക്കൊടുവിലാണ് പ്രശ്നം സമവായത്തിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ സഭ പുറത്തിറക്കി. 24 കൊച്ചി. കോട്ടയം പള്ളിക്കത്തോട്ടിൽ ലഹരിമരുന്നിനടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. ലോട്ടറി വിൽപ്പനക്കാരി സിന്ധുവാണ് കൊല്ലപ്പെട്ടത്. മകൻ അരവിന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പള്ളിക്കത്തോട് ഇളംപള്ളിയിൽ 2 വർഷമായി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ലോട്ടറി വിൽപ്പനക്കാരിയായ സിന്ധുവും 2 മക്കളും. ഇന്നലെ രാത്രി 8 മണിക്കാണ് സിന്ധുവിനെ മൂത്തമകൻ അരവിന്ദ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. അരവിന്ദ് ലഹരിക്ക് അടിമയെന്ന് നാട്ടുകാർ. 1 വർഷം മുമ്പ് പള്ളിക്കത്തോട് സ്റ്റേഷനിൽ ഈ കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ അവനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. 2 ഗ്രാം കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവരുടെ ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട് ഇവൻ ഡെയിലി ഇത് ഉപയോഗിക്കുമായിരുന്നു എന്നും വീട്ടിൽ അത് സംബന്ധമായിട്ട് അമ്മയും മകനുമായിട്ട് വിഷയങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. കൊലപാതകത്തിന് ശേഷം പ്രതി തന്നെ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. ഇളയ മകൻ സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തി. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 24 കോട്ടയം. പാലക്കാട് മണ്ണാർക്കാട് കാട്ടുപന്നി കുറുകെ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് പരുക്കേറ്റു.
പെരുമ്പടാരി തെങ്ങുമ്മൽ ഷൌക്കത്തലിക്കാണ് പരിക്കേറ്റത്. വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഷൌക്കത്തലിയുടെ കാലിന് പൊട്ടലുണ്ട്. ഷൌക്കത്തലി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. കോഴിക്കോട്ട് വീണ്ടും വൻ ലഹരിവേട്ട. 1 കിലോ ഹാഷിഷ് ഓയിലും 22 ഗ്രാം MDMA-യുമായി 2 പേരെ പിടികൂടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി. ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ 3 തടവുകാർക്കെതിരെ കേസ്. കൊട്ടാരക്കരയിൽ തെരുവുനായ ആക്രമണം. കടിയേറ്റ 3 പേർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. വയനാട് നെന്മേനി ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണം. നായയെ പുലി കടിച്ചു കൊന്നു. ജഡം കണ്ടെത്തിയത് പണിക്കർപ്പടിയിൽ. തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ പിടികൂടിയ നരഭോജി പുലിയെ കാട്ടിൽ തുറന്നുവിട്ടു. ടോപ്പ് സ്ലിപ്പ് വനമേഖലയിലാണ് തുറന്നുവിട്ടത്. തൃശൂരിൽ അർദ്ധരാത്രി കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ പോലീസ് അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസും പോലീസും തമ്മിലുള്ള തർക്കത്തിന്റെ ദൃശ്യം 24-ന്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ 2 പേർ പിടിയിൽ. ഫോർട്ട് പോലീസ് പിടികൂടിയത് അരുവിക്കര സ്വദേശികളെ. 4 പേരിൽ നിന്നായി പ്രതികൾ തട്ടിയെടുത്തത് 25 ലക്ഷം രൂപ. പത്തനംതിട്ട അടൂരിൽ എക്സൈസ് കസ്റ്റഡിയിൽ നിന്ന് കടന്നു കളഞ്ഞയാളെ 2 മണിക്കൂറിന് ശേഷം വീണ്ടും പിടികൂടി. പഴകുളം സ്വദേശി ലൈജുവാണ് പിടിയിലായത്. ഇയാളുടെ വാഹനത്തിൽ നിന്ന് 15 കിലോ കഞ്ചാവാണ് എക്സൈസ് കണ്ടെത്തിയത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഹോസ്റ്റൽ ഫീസ് വർധനയ്ക്കെതിരെ സമരം ചെയ്ത പാലക്കാട് കുളപ്പുള്ളി അല്ലമീൻ ലോ കോളേജിലെ വിദ്യാർത്ഥികളെ ഉടൻ തിരിച്ചെടുക്കണമെന്ന് യുവജന കമ്മീഷന്റെ നിർദ്ദേശം. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മൊഴി യുവജന കമ്മീഷൻ രേഖപ്പെടുത്തി. ഹോസ്റ്റൽ ഫീസ് വർധനയ്ക്കെതിരെ കുളപ്പുള്ളി അല്ലമീൻ ലോ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതിനു നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത്. നടപടിക്ക് പിന്നാലെ ഇതിലൊരു വിദ്യാർത്ഥിനി പെട്രോൾ കുപ്പിയുമേന്തി ആത്മഹത്യാ ഭീഷണിയും മുഴക്കിയിരുന്നു. ശ്രീകൃഷ്ണപുരം സെയിന്റ് ഡൊമിനിക് സ്കൂളിലെ ആശിർ നന്ദയുടെ ആത്മഹത്യയുടെ കൂടെ പശ്ചാത്തലത്തിലാണ് യുവജന കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ. കോളേജുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കുറെ പരിമിതികളെ കുറിച്ചുള്ള പരാതികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആരുടെയും ഭാവിയെ തകർക്കാത്ത രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാവണമെന്നുള്ളതാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കമ്മീഷൻ പോയിട്ടുണ്ട്. യുവജന കമ്മീഷൻ അംഗം K ഷാജഹാൻ, കോർഡിനേറ്റർ അഡ്വക്കേറ്റ് M രണ്ടീഷ്, അഡ്വക്കേറ്റ് സുനിൽകുമാർ എന്നിവരാണ് തെളിവെടുപ്പിനെത്തിയത്. സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ ഒരാഴ്ചക്കകം തിരിച്ചെടുക്കണമെന്ന് കമ്മീഷൻ കോളേജ് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി. ഇത് പാലിച്ചില്ലെങ്കിൽ തുടർ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് യുവജന കമ്മീഷന്റെ തീരുമാനം. 24 പാലക്കാട്. കേരളത്തിലെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാത്തതിൽ വിമർശനവുമായി ഹൈക്കോടതി. സംസ്ഥാന സർക്കാരിനും ചാൻസലർക്കുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം. സ്ഥിരം വൈസ് ചാൻസലർമാർ ഇല്ലാത്തത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമല്ല. സംസ്ഥാനത്തെ 13-ൽ 12 സർവകലാശാലകളിലും സ്ഥിരം VC-മാരില്ലാത്തത് ഗുരുതര സാഹചര്യമാണ്. ഉന്നത വിദ്യാഭ്യാസത്തെ ദുർബലപ്പെടുത്തുന്ന രീതിയാണിത്. പ്രശ്നം പരിഹരിച്ച് സ്ഥിരം VC-മാരെ നിയമിക്കാൻ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഈ കാലാവസ്ഥാ മുന്നറിയിപ്പിലേക്ക്. സംസ്ഥാനത്ത് 3 ദിവസം ശക്തമായ മഴ തുടരും. വയനാട്, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 10 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്. അനുജ, സംസ്ഥാനത്ത് 3 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. നാളെയും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. കഴിഞ്ഞ ദിവസം, അതായത് രാവിലെ 10 മണിക്ക് വന്ന അലേർട്ടിൽ നിന്ന് വ്യത്യസ്തമായി 1 മണിയുടെ അലേർട്ട് വരുമ്പോൾ ഇന്ന് സംസ്ഥാനത്ത് നേരത്തെ പ്രഖ്യാപിച്ച് കൂടുതൽ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അത് 2 ജില്ലകളായി പരിമിതപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ അപ്പോഴും വയനാട്, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നു. ആ 2 ജില്ലകളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തീവ്ര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മഴ തുടരും, അല്ലെങ്കിൽ തുടരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് 12 ജില്ലകളിലും നാളെ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ട് ഇന്ന് ഇടുക്കി, വയനാട് ജില്ലകളിലാണ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്,
മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം, കൊല്ലവും ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ആ ജില്ലകളിൽ നിലനിൽക്കുന്നുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ നാളെയും ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഈ മഴ അങ്ങനെ തുടരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് സാധ്യത പ്രവചിക്കുന്നുണ്ട്. മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനാണ് സാധ്യത. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത തുടരേണ്ടതുണ്ട്. കാരണം മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങൾ കൂടുതൽ മഴ പെയ്തിട്ടുണ്ട്. അതിനാൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ പോലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഈ 2 ജില്ലകളിലും റെഡ് അലർട്ടിന് സമാനമായ ജാഗ്രതയാണ് പാലിക്കേണ്ടതെന്നുള്ളതാണ് സർക്കാർ സംവിധാനങ്ങളോട് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ള നിർദ്ദേശം. ഞായറാഴ്ചയോടെ മഴയുടെ തീവ്രത കുറയുമെന്നാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിലയിരുത്തിയിട്ടുള്ളത്. തീരവുമായി ബന്ധപ്പെട്ടും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതുപോലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരമേഖലയിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നേരത്തെയുള്ളതിൽ നിന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. വയനാട്, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്നുള്ളതാണ്. അടുത്ത 3 ദിവസം ശക്തമായ മഴ സംസ്ഥാനത്ത് തുടരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇറാനിൽ വ്യാപക അറസ്റ്റുകളെന്നും 3 പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയെന്നും റിപ്പോർട്ട്. ഇസ്രയേലി ഇന്റലിജൻസ് ഏജൻസികളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവരെയാണ് അറസ്റ്റ് ചെയ്തത്. സംഘർഷം തുടരുന്നതിനിടെ ഇസ്രയേലിനു വേണ്ടി ചാരപ്പണി ചെയ്ത 3 പേരെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരുന്നു. കൂടുതൽ വധശിക്ഷകൾ ഉടൻ നടപ്പാക്കപ്പെടും എന്നാണ് റിപ്പോർട്ട്. വ്യാപക അറസ്റ്റുകൾക്കെതിരെ ഇറാനിലെ ആക്ടിവിസ്റ്റുകളും മനുഷ്യാവകാശ പ്രവർത്തകരും രംഗത്തെത്തി. ഉത്തരേന്ത്യയിലെ മഴക്കെടുതിയിൽ മരണം 13ആയി. ഹിമാചലിലെ മേഘവിസ്ഫോടനത്തിൽ മരിച്ച 6 പേരുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുളുവിലും കാംഡയിലും 3 പേരെ കാണാതായി. ഇവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഗുജറാത്ത്, ജമ്മുകശ്മീർ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, അസം എന്നിവിടങ്ങളിൽ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകും എന്നാണ് മുന്നറിയിപ്പ്. ജമ്മുകശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. 3 ഭീകരരെ വളഞ്ഞതായാണ് വിവരം. ഒരു ഭീകരനെ ഈ മേഖലയിൽ ഇന്നലെ സേന വധിച്ചിരുന്നു. ജമ്മുകശ്മീർ പോലീസും സൈന്യവും സംയുക്തമായി ചേർന്നാണ് ദൌത്യം. അതിനിടെ അമർനാഥ് രഥയാത്രയോടനുബന്ധിച്ച് ജമ്മുകശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ജൂലൈ 3-ന് യാത്ര ആരംഭിക്കാനിരിക്കെ ബേസ് ക്യാമ്പായ ബാൽത്താലിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ വ്യോമയാന സുരക്ഷ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവലോകനം ചെയ്യും. അടുത്ത മാസം 8-ന് സിവിൽ ഏവിയേഷൻ സെക്രട്ടറി പാർലമെന്റ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകും. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഐക്യരാഷ്ട്രസഭ വ്യോമയാന ഏജൻസിയുടെ സഹായ വാഗ്ദാനം ഇന്ത്യ തള്ളിയതായി റിപ്പോർട്ടുണ്ട്. അഹമ്മദാബാദിൽ 274 പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ AI-171 വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് വ്യോമയാന മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്താൻ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. അഹമ്മദാബാദ് അപകടത്തെക്കുറിച്ച് വിശദീകരിക്കാനായി ജൂലൈ 8-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട സഞ്ജയ് കുമാർ ഝാ അധ്യക്ഷനായ സമിതി കേന്ദ്ര വ്യോമയാന സെക്രട്ടറിക്ക് സമൻസ് അയച്ചു. അതേസമയം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അന്താരാഷ്ട്ര വ്യോമയാന ഏജൻസിയുടെ സഹായ വാഗ്ദാനം ഇന്ത്യ തള്ളിയതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അന്വേഷണത്തിൽ നിരീക്ഷകനെ നിയോഗിക്കാമെന്ന അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ വാഗ്ദാനമാണ് ഇന്ത്യ തള്ളിയത്. അങ്ങോട്ട് ആവശ്യപ്പെടാതെയാണ് അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നിരീക്ഷകന്റെ സേവനം വാഗ്ദാനം ചെയ്തത്. മലേഷ്യൻ, യുക്രൈൻ വിമാനാപകടങ്ങളിൽ അഭ്യർത്ഥന അനുസരിച്ചാണ് അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അന്വേഷണത്തിൽ സഹായം നൽകിയത്. അതേസമയം ICAO-യുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് അന്വേഷണം നടക്കുന്നതെന്ന് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് വൃത്തങ്ങൾ വ്യക്തമാക്കി. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്നും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ നിന്നുമുള്ള വിവരങ്ങൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ലബോറട്ടറിയിൽ അവലോകനം ചെയ്തു വരികയാണെന്നും 15 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും എന്നുമാണ് വ്യോമയാന മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. 24 ഡൽഹി. ഇനി ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി രാജ്നാഥ് സിംഗ്. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധങ്ങൾ ചർച്ചയായി. 2026-ൽ തമിഴ്നാട്ടിൽ NDA സഖ്യം അധികാരത്തിലെത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. BJPയും സർക്കാരിന്റെ ഭാഗമാകുമെന്നും അമിത്ഷാ. ഉത്തർപ്രദേശിലെ നോയിഡയിൽ വൻ തീപിടുത്തം. അപകടം ഷാം പെയിന്റ്സ് ഇൻഡസ്ട്രീസ് കെമിക്കൽസിൽ. അപകട കാരണം വ്യക്തമല്ല.
സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ. പാകിസ്ഥാൻ എത്ര അഭ്യർത്ഥിച്ചാലും തീരുമാനം പുനഃപരിശോധിക്കില്ല. ബിലാവൽ ഭൂട്ടോയുടെ ഭീഷണിയെ ഭയപ്പെടില്ലെന്നും CR പാട്ടീൽ. ഹിമാചൽ പ്രദേശിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ 6 മൃതദേഹം കണ്ടെടുത്തു. 2 പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. വിനോദസഞ്ചാര മേഖലകളിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടരുന്നു. വിനീത വിജി വിവരങ്ങളുമായി. വിനീത, ഏറ്റവും പുതിയ വിശദാംശം എന്താണ്? അനുജ, ഹിമാചലിൽ ഉണ്ടായ മേഘവിസ്ഫോടനത്തിലാണ് 6 പേരുടെ മൃതദേഹങ്ങൾ കൂടി ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. ഇതിൽ 2 പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ 2 പേർക്കായി ആ മേഖലയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. തുടർച്ചയായ 3-ാം ദിനമാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ ഈ മേഘവിസ്ഫോടനവുമായി ബന്ധപ്പെട്ട ഈ അപകടമുണ്ടാവുകയും പിന്നീട് അതിൽ ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഉത്തരേന്ത്യയിൽ അതിശക്തമായിട്ടുള്ള മഴ വരും മണിക്കൂറുകളിലും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇതുവരെ ഉത്തരേന്ത്യയിലുണ്ടായ മഴക്കെടുതിയിൽ 13 മരണമാണ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ജമ്മു കാശ്മീർ നിവാസിയായ ചെയിൻ സിംഗ്, ഒപ്പം തന്നെ ചമ്പ സ്വദേശി ആദിത്യ താക്കൂർ, ഉത്തർപ്രദേശ് സ്വദേശികളായ പ്രദീപ് വർമ്മ, ചന്ദൻ എന്നിവരാണ് ഈ ഹിമാചലിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ മരിച്ചത്. ഒപ്പം തന്നെ കുളുവിലും കാംഡയിലും 3 പേരെ കാണാതായിട്ടുണ്ട്. ഇവർക്കായും ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നുവെന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഗുജറാത്ത്, ജമ്മു കാശ്മീർ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, അസം എന്നിവിടങ്ങളിൽ അടുത്ത മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അനുജ, ഹിമാചൽ പ്രദേശിലുണ്ടായ മേഘവിസ്ഫോടനത്തിന് ഏറ്റവും പുതിയ വിവരങ്ങളാണ് വിനീത വിജി നൽകിയത്. സെക്രട്ടേറിയറ്റിലെ ഫയൽ അദാലത്തിന് മുന്നോടിയായി വകുപ്പ് തല ക്രമീകരണങ്ങൾ പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി. വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സെക്രട്ടേറിയറ്റിലെയും വകുപ്പ് അധ്യക്ഷന്മാരുടെയും കാര്യാലയങ്ങളിലെയും ഫയലുകൾ തീർപ്പാക്കുന്നതിന് മുന്നോടിയായാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം? അനുജ, ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നീണ്ടു നിൽക്കുന്ന ഫയൽ അദാലത്ത് സംഘടിപ്പിക്കാനാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഈ ഫയൽ അദാലത്തുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് മുഖ്യമന്ത്രി ഇന്ന് വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചത്. 3 തരത്തിൽ ഫയലുകൾ തീർപ്പാക്കുന്ന കാര്യമാണ്, ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുന്ന കാര്യമാണ് സർക്കാർ പരിഗണിക്കുന്നത്. സെക്രട്ടറി തലത്തിലുള്ള ഫയലുകൾ തീർപ്പാക്കലാണ് ഒരു കാര്യം. മറ്റൊന്ന് വകുപ്പ് അധ്യക്ഷന്മാരുമായി ബന്ധപ്പെട്ട ഫയലുകളും മൂന്നാമതായി പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട ഫയൽ തീർപ്പാക്കുന്നതും ഈ അദാലത്തിലൂടെ നടത്താൻ ആഗ്രഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ വിവരങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ പ്രതിയെ പിടികൂടാൻ പോലീസിന്റെ സാഹസികത. പ്രതിയുടെ കാറിന്റെ ഡോറിൽ തൂങ്ങി 1 കിലോമീറ്ററോളമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ യാത്ര. അഞ്ചു വർഷമായി പോലീസിനെ വട്ടം ചുറ്റിച്ച് മുങ്ങി നടക്കുന്ന കൊലപാതക കേസ് പ്രതി അഴകരാജയെ പിടികൂടാനായിരുന്നു പോലീസിന്റെ ഈ സാഹസിക നീക്കം. പ്രതി തിരുവള്ളൂരിൽ ഒളിച്ചു കഴിയുന്നുണ്ടെന്നറിഞ്ഞ ചെന്നൈ പോലീസിന്റെ പ്രത്യേക സംഘം ഇയാൾക്കായി വല വിരിച്ചു. എന്നാൽ സമർത്ഥമായി പോലീസിന്റെ പൂട്ടുപൊളിച്ച് അഴകരാജയും സംഘവും കാറിൽ കടന്നു കളഞ്ഞു. ഇതിനിടെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിയുടെ കാറിന്റെ ഫ്രണ്ട് ഡോറിൽ തൂങ്ങിയത്. പ്രതി ഇയാളുമായി 1.5 കിലോമീറ്റർ സഞ്ചരിച്ചു. അഴകരാജ കാർ നിർത്തില്ലെന്ന് ഉറപ്പായതോടെ പോലീസുകാരൻ പതിയെ താഴേക്കിറങ്ങി. പിന്നിൽ വാഹനമില്ലാത്തതിനാൽ അപകടമുണ്ടായില്ല. ഇത് 6ാം തവണയാണ് പ്രതി പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുന്നത്. കാറിന്റെ ഡോറിൽ തൂങ്ങിയ പോലീസുകാരനെ അനുകൂലിച്ചും എതിർത്തും സമൂഹമാധ്യമങ്ങളിൽ കമന്റുകൾ നിറയുകയാണ്. 24 ചെന്നൈ. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ അനൗൺസർ സജികുമാർ പോത്തൻകോട് അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ദൂരദർശൻ കേന്ദ്രത്തിലെ കൃഷിദർശൻ അവതാരകനുമായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ചലച്ചിത്ര പ്രവർത്തകനും ഡബിംഗ് ആർട്ടിസ്റ്റുമായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. ഇതോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.